ഇതിനായിരുന്നു ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് സെമി ഫൈനലിൽ എത്തിയതെന്ന് തോന്നിപ്പിച്ച മത്സരമായിരുന്നു അത്. ഓസ്ട്രേലിയയെയും ന്യൂസിലാൻഡിനെയും ബംഗ്ലാദേശിനെയും എല്ലാം തോൽപ്പിച്ച വീര്യത്തിന്റെ കാൽഭാഗം പോലും കാണിക്കാതെ അമ്പെ നിരാശപ്പെടുത്തിയ റാഷിദ് ഖാനും അഫ്ഗാൻ ടീമും T20 ലോകകപ്പിൽ ഒന്നാം സെമിയിൽ ഏകപക്ഷീയമായി അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ട് സൗത്ത് ആഫ്രിക്ക ഫൈനലിൽ കയറിയപ്പോൾ അതിന്റെ ബാക്കി പത്രങ്ങൾ ഇതൊക്കെയാണ്. അമ്പെ പരാജയപ്പെട്ട അല്ലെങ്കിൽ പോരാട്ടം മറന്ന അഫ്ഗാനിസ്ഥാൻ. For the first time ever, the South Africans are through to a World Cup final. ICC ഇവന്റുകളുടെ ചരിത്രം എടുക്കുമ്പോൾ നമുക്കറിയാം സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ചോക്കേസ് എന്ന വെളിപ്പേര് മാറ്റി എഴുതാനുള്ള സുവർണാവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. നമുക്കറിയാം അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ലോസ്റ്റ് ദ 1992 വേൾഡ് കപ്പ് സെമി ഫൈനൽ, ലോസ്റ്റ് ദ 1999 വേൾഡ് കപ്പ് സെമി ഫൈനൽ, ലോസ്റ്റ് 2007 വേൾഡ് കപ്പ് സെമി ഫൈനൽ, ലോസ്റ്റ് ദ 2009 T20 വേൾഡ് കപ്പ് സെമി ഫൈനൽ, ലോസ്റ്റ് ദ 2014 T20 വേൾഡ് കപ്പ് സെമി ഫൈനൽ, ലോസ്റ്റ് ദ 2015 വേൾഡ് കപ്പ് സെമി ഫൈനൽ. And now they won a World Cup semi-final. ഇനി ഫൈനലാണ്. 9 വിക്കറ്റിനായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ 11.5 ഓവറിൽ 56 റൺസിൽ എല്ലാവരും കൂടാരം കയറിയപ്പോൾ മറുപടിക്കിറങ്ങിയ സൗത്ത് ആഫ്രിക്ക 8.5 ഓവറിൽ തന്നെ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാനുള്ള അഫ്ഗാനിസ്ഥാന്റെ തീരുമാനം തെറ്റായി പോയെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് അവരുടെ ബാറ്റിംഗ് നിര കാഴ്ചവെച്ചത്. ഒരു ഘട്ടത്തിലും മികവ് കാട്ടാൻ അഫ്ഗാനിസ്ഥാന് സാധിക്കാതെ പോയി. ആദ്യ ഓവറിൽ തന്നെ അഫ്ഗാന്റെ ഓപ്പണിംഗ് സഖ്യം കൂടാരം കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ ടൂർണമെന്റിൽ സ്വപ്ന സമാന ഫോമിൽ ബാറ്റ് ചെയ്തിരുന്ന റഹ്മാനുള്ള ഗുർബാസിനെ 0 റൺസിൽ പുറത്താക്കിക്കൊണ്ട് മാർക്കോ ജാൻസനാണ് ആദ്യ പ്രഹരമേൽപ്പിച്ചത്. പിന്നീട് തുടരെ അഫ്ഗാന് വിക്കറ്റുകൾ നഷ്ടമാവുന്നു. കഴിഞ്ഞ മത്സരത്തിലെ അഭിനയ പ്രതിഭ ഗുൽബാദിൻ നൈബിനെ 9 റൺസ് എടുത്തു നിൽക്കുമ്പോൾ മാർക്കോ ജാൻസൺ ക്ലീൻ ബോൾഡ് ആക്കുന്നു. പിച്ചിന്റെ ആധിപത്യം പരമാവധി മുതലാക്കി മികച്ച ലൈനും ലെങ്തും കാത്തുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്കയുടെ പേസർമാർ പ്രത്യേകിച്ചും റബാഡയുടെ നേതൃത്വത്തിൽ പന്തെറിഞ്ഞത്. 4ാം ഓവർ എറിയാനെത്തിയ കാഗിസോ റബാഡ അഫ്ഗാന് 1 റൺസ് പോലും വിട്ടുകൊടുക്കാതെയാണ് ഇരട്ട പ്രഹരം നൽകിയത്. ഇബ്രാഹിം സദ്രാനെ 5 പന്തിൽ 2 റൺസ് എടുത്തു നിൽക്കുന്ന സമയത്ത് ക്ലീൻ ബോൾഡ് ചെയ്ത റബാദ ഇതേ ഓവറിൽ മുഹമ്മദ് നബിയെയും 0 റൺസിന് അക്കൗണ്ട് തുറക്കും മുമ്പ് തന്നെ മടക്കുന്നു. അതിനുശേഷം വീണ്ടും എത്തിയ ജാൻസൺ അതേപോലെ കറോഡിയെ 2 റൺസ് എടുത്തു നിൽക്കുന്ന സമയത്ത് ക്വിന്റൻ ഡീകോക്കിന്റെ കയ്യിലെത്തിക്കുന്നു. കൃത്യമായി സമ്മർദ്ദം നിലനിർത്താൻ സൗത്ത് ആഫ്രിക്കൻ ബോളർമാർക്ക് ഈ മത്സരത്തിൽ ഉടനീളം സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അസ്മത്തുള്ള ഒമർസായി 10 റൺസ് ഒരു വശത്ത് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും നോക്കിയ അദ്ദേഹത്തെ പുറത്താക്കുന്നു. പിന്നീട് ഇടങ്കൈൻ സ്പിന്നറായ തബ്രീസ് ഷംസി അഫ്ഗാൻ വാലറ്റത്തെ ചുരുട്ടിക്കൂട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. കരീം ജാനറ്റിനെ 8 റൺസ് എടുത്തു നിൽക്കുമ്പോൾ LBയിൽ കുടുക്കിയ ഷംസി ഇതേ ഓവറിൽ നൂർ അഹമ്മദിനെയും വിക്കറ്റിന് മുന്നിൽ കൊടുക്കുന്നു. നായകൻ റാഷിദ് ഖാൻ പൊരുതാൻ ശ്രമിച്ചുവെങ്കിലും 8 റൺസ് എടുത്ത റാഷിദ് ഖാനെ നോക്കിയെ ക്ലീൻ ബോൾഡ് ആക്കുന്നു. ഇതോടെ അഫ്ഗാന്റെ അവസാന പ്രതീക്ഷയും അവസാനിക്കുന്നു. നവീനുൽ ഹക്കിനെ 2 റൺസ് എടുത്ത് നിൽക്കുന്ന സമയത്ത് LBയിൽ കുടുക്കി ഷംസി അഫ്ഗാനെ 11.5 ഓവറിൽ 56 റൺസിൽ കൂടാരം കയറ്റുന്നു. അഫ്ഗാന്റെ T20 ചരിത്രത്തിലെ ഏറ്റവും മോശം ടീം ടോട്ടലാണിത്. സൗത്ത് ആഫ്രിക്കയ്ക്കായി ഷംസിയും അതുപോലെ മാർക്കോ ജാൻസണും 3 വിക്കറ്റുകൾ പങ്കിട്ടപ്പോൾ കാഗിസോ റബാഡയും ആൻഡ്രിച്ച് നോക്കിയയും 2 വിക്കറ്റുകൾ വീതവും വീഴ്ത്തുകയുണ്ടായി. മറുപടിക്കിറങ്ങിയ സൗത്ത് ആഫ്രിക്കയുടെ തുടക്കവും മാത്രം മികച്ചതായിരുന്നില്ല. സ്കോർ ബോർഡിൽ 5 റൺസ് ഉള്ളപ്പോൾ ക്വിന്റൻ ഡീകോക്കിനെ സൗത്ത് ആഫ്രിക്കയ്ക്ക് നഷ്ടമാവുന്നു. 8 പന്തിൽ ഒരു 4 അടക്കം 5 റൺസ് എടുത്ത ഡീകോക്കിനെ ഫസൽ ഹക്ക് ഫറൂഖി ക്ലീൻ ബോൾഡ് ചെയ്യുകയായിരുന്നു. പിന്നീട് എയ്ഡൻ മാർക്കത്തെ പുറത്താക്കാനുള്ള ഒരു സുവർണാവസരം അഫ്ഗാൻ നഷ്ടപ്പെടുത്തുന്ന കാഴ്ചയും കണ്ടു. ബാറ്റിൽ ഉരസി വിക്കറ്റ് കീപ്പറുടെ കയ്യിൽ പന്തെത്തിയെങ്കിലും റാഷിദ് ഖാൻ അത് റിവ്യൂ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് പിഴവ് വരുത്താതിരുന്ന സൗത്ത് ആഫ്രിക്ക 9 വിക്കറ്റിന്റെ അനായാസ ജയം നേടിയെടുക്കുകയായിരുന്നു. റീസ ഹെൻറിക്കസ് 25 പന്തിൽ 3 ഫോറും ഒരു 6ഉം ഉൾപ്പെടെ 29 റൺസ് എടുത്തപ്പോൾ നായകൻ എയ്ഡൻ മാർക്കറും 21 പന്തിൽ 4 ഫോർ അടക്കം 23 റൺസോടെ പുറത്താവാതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ തോൽവിക്ക് പിന്നാലെ ICCയുടെ മത്സരക്രമത്തെ വിമർശിച്ചുകൊണ്ട് അഫ്ഗാൻ നായകനും അവരുടെ സൂപ്പർ സ്പിന്നറുമായ റാഷിദ് ഖാൻ രംഗത്തെത്തിയതും കൗതുകരമായി. 4 മണിക്കൂറോളമാണ് വിമാനം വൈകിയത്, 1 മണിക്കൂർ മാത്രമാണ് ഉറങ്ങിയത്. ഇതൊട്ടും എളുപ്പമല്ല എന്നായിരുന്നു റാഷിദിന്റെ വാക്കുകൾ. ICC ഇന്ത്യക്കൊഴികെ മറ്റ് ടീമുകൾക്കെല്ലാം ഒരുക്കിയ മത്സരക്രമം അല്പം ബുദ്ധിമുട്ടുള്ളതാണെന്ന് നേരത്തെ തന്നെ വിമർശനം ഉയർന്നിരുന്നു. ഇന്ത്യക്ക് ഫേവറായി ഇന്ത്യക്ക് ലഭിക്കുന്നത് പോലെ അടുത്തടുത്ത വേദികളിലല്ല മറ്റു ടീമുകൾക്ക് മത്സരം ലഭിച്ചിരിക്കുന്നത്. ICCയുടെ ഈ മത്സരക്രമത്തിനെതിരെ മൈക്കൽ വോണും മുൻ ഇംഗ്ലീഷ് നായകനായ മൈക്കൽ വോണും രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അഫ്ഗാനിസ്ഥാൻ സെമി ഫൈനൽ യോഗ്യത നേടുന്നത്. അതിനുശേഷമുള്ള തൊട്ടടുത്ത ദിവസം അവർ ട്രിനിഡാഡിലേക്കുള്ള വിമാനത്തിലുണ്ടായിരുന്നു. ഇത് 4 മണിക്കൂർ വൈകുകയും ചെയ്തു. ഇതോടെ ആവശ്യത്തിന് വിശ്രമമോ പരിശീലനമോ നടത്താൻ അവർക്ക് സമയം ലഭിച്ചിട്ടില്ല. പുതിയ
പിച്ചിനെ കുറിച്ച് പഠിക്കാനുള്ള സമയം ഒട്ടും ലഭിച്ചിട്ടില്ല. ഈ സെമി ഫൈനൽ ഗയാനയിൽ നടന്നിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ മത്സരത്തിനായി മറ്റ് ടീമുകളെ പ്രയാസപ്പെടുത്തുന്നു എന്നായിരുന്നു മൈക്കൽ വോണിന്റെ ഈ ഒരു മത്സരക്രമത്തെക്കുറിച്ചുള്ള ICCക്ക് നേരെയുള്ള വിമർശനം. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു വിമർശനം ചർച്ചയാവാൻ ഇടയുണ്ട്. പ്രധാനമായും പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കാതെ പോയതാണ് അഫ്ഗാന്റെ തോൽവിക്ക് കാരണമെന്ന് വേണമെങ്കിൽ പറയാം. ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ ആദ്യം ബാറ്റ് ചെയ്യാനുള്ള അഫ്ഗാന്റെ തീരുമാനം മണ്ടത്തരമായി മാറുകയായിരുന്നു. എക്സ്ട്രാ ബൗൺസും നല്ല സ്വിംഗും വേഗവും പിച്ചിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരുന്നില്ല. പിച്ചിലെ സ്വിംഗിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ആദ്യ ഓവർ മുതൽ അഫ്ഗാൻ ബാറ്റ്സ്മാൻമാർ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഘോഷയാത്ര നടത്തുന്ന കാഴ്ചയാണ് കണ്ടത്. അഫ്ഗാൻ നിരയിൽ ഒരാൾ മാത്രമാണ് 2 അക്കം കടന്നത്. അപ്പോൾ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് അല്ലെങ്കിൽ ബംഗ്ലാദേശ് പോലുള്ള ടീമുകളെ തോൽപ്പിച്ചതിനു ശേഷം ഈ ലോകകപ്പിന്റെ സെമിയിലേക്ക് എത്തിയ അഫ്ഗാൻ അവർ കാര്യമായ പോരാട്ടം ഇല്ലാതെ സൗത്ത് ആഫ്രിക്കയോട് പൊരുതാതെ തോറ്റത് തീർച്ചയായും ആരാധകരെ നിരാശപ്പെടുത്തുന്നുണ്ടെങ്കിലും അഫ്ഗാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തല ഉയർത്തി തന്നെ മടങ്ങാം. കാരണം അവർ ഈ ലോകകപ്പിൽ കാട്ടിയത് ഒരുപാട് അത്ഭുതങ്ങൾ തന്നെയായിരുന്നു.